അന്യം നിന്നു പോകുന്ന പൊറാട്ട നാടക കലയെ നെഞ്ചോട് ചേർത്ത് നിർത്തി രണ്ട് യുവാക്കൾ മനോജും അജുകുമാറുമാണ് ഇവർ. ചുള്ളിയാർ ഡാം അടവുമരത്തെ കുഞ്ഞുകുട്ടന്റെ മകൻ മനോജും ആനമാറി ആണ്ടിക്കുളമ്പിലെ വാസുദേവന്റെ മകൻ അജുകുമാറും പൊറോട്ടു നാടകത്തിൽ അരങ്ങേറ്റം നടത്തിയപ്പോൾ കണ്ടുനിന്നവർ പറഞ്ഞു അടിപൊളി, ഗുരുക്കന്മാർ പറഞ്ഞു ഗംഭീരം. 6 മാസത്തെ ശിക്ഷണത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇരുവരും മുതലമട ആണ്ടിക്കുളമ്പിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒരു പതർച്ചയുമില്ലാതെ അവർ സ്റ്റേജ് കയ്യിലെടുത്ത് കാണികളെ വിസ്മയം കൊള്ളിച്ചു. കന്നിക്കാരുടെ ഒരു പരിഭവവും ആവർത്തിച്ചില്ല. നാട്ടുമൊഴി ചന്തവും നർമ്മോക്തികളും വേണ്ടുവോളം പഠിച്ചെടുത്ത ഗുരുക്കന്മാരെ പോലെ തന്നെ അവർക്ക് അനായാസേന കാണികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായി. ഇനി പാലക്കാടൻ ഗ്രാമങ്ങളിൽ അരങ്ങേറുന്ന പൊറാട്ട നാടകങ്ങളിൽ മനോജും അജുകുമാറും ഉണ്ടാവും. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അച്ഛൻ കലാകാരനാണ്, അങ്ങനെ അതിൽ വന്ന് പെട്ടു. പിന്നെ ഇത്രയും ഹാർഡ് വർക്കും ഇത്രയും എത്രത്തോളം ആക്കിയത് നമ്മുടെ ആണ്ടികുളമ്പ് വേലായുധാസനാണ്. ഇപ്പോൾ കുമാരമുത്തൂർ മണി ആശാൻ, പിന്നെ നന്നൂർ കൃഷ്ണച്ചൻ, അവരുടെ ആഗ്രഹപ്രകാരം എന്നാണ് എൻ്റെ എന്ത് വേഷത്തിനോട് ചോദ്യക്കാരനാണ് കാശി നടൻ. അങ്ങനെ പഠിച്ചപ്പോൾ ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളൊരു തോന്നലുണ്ട്. ഒന്നുമല്ല, ഇവിടെ കൂടെ നിർത്താനും ആഗ്രഹമില്ല, ഇനി ഉയരങ്ങളിലെത്തണം എന്നാണ് ആഗ്രഹം. കലയോടുള്ള ഇഷ്ടം, അതുകൊണ്ടാണ് ഇതിന് ഈ കലയോട് വന്നത്. പിന്നെ എന്നെ പഠിപ്പിച്ച വേലായുധാശൻ, മണിയാശൻ, കൃഷ്ണാശൻ, സുധീഷ്, പൊന്നുക്കുട്ടാച്ചൻ. ഏതാണ് വേഷം? എനിക്ക് സ്ത്രീവേഷമാണ്, ചെറുമിയും മാപ്പിളച്ചിയും. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള നാടോടി നാടകം അഥവാ പൊറാട്ടു നാടകം പഠിച്ചെടുത്ത് അവതരിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് കുഞ്ചുകുട്ടൻ രുക്മിണി ദമ്പതികളുടെ മകൻ മനോജും വാസുദേവൻ ബിന്ദു ദമ്പതികളുടെ മകൻ അജുകുമാറും പൊറാട്ടു നാടകം പഠിക്കാനായി മുന്നോട്ട് വന്നത്. പഠനകാലം മുതൽ അവരുടെ ഉള്ളിൽ ഈ കലയുണ്ടായിരുന്നു. പ്രോത്സാഹിപ്പിക്കാൻ പഴയ കളിക്കാരനായ കുഞ്ചുകുട്ടനുമുണ്ടായി. കുമരമ്പത്തൂർ മണി, വേലായുധൻ ആണ്ടിക്കുളമ്പ് എന്നിവരുടെ ശിക്ഷണത്തിലായിരുന്നു പഠനം. 6 മാസത്തെ പരിശീലനത്തിന് ശേഷമായിരുന്നു അരങ്ങേറ്റം. മനോജ് ചോദ്യക്കാരനും അജുകുമാർ മാപ്പിളച്ചി, കവറച്ചി തുടങ്ങി സ്ത്രീ വേഷത്തിലുമായി അരങ്ങേറ്റം നടത്തിയപ്പോൾ ആവോളം ടീം അംഗങ്ങളും ഒത്തുകൂടി. ഇവർ തന്നെയായിരുന്നു സ്റ്റേജ് ഒരുക്കിയത്. കളി കാണാൻ നാട്ടുകാരും ചേർന്നപ്പോൾ കാണാനായത് 2 ചെറുപ്പക്കാരുടെ നല്ല മെയ്വഴക്കം. കുറുക്കിക്കൊള്ളുന്ന നർമ്മോക്തി, ഇതൊക്കെ നാട്ടുകാർ വേണ്ടുവോളം ആസ്വദിച്ചു. +2 കഴിഞ്ഞവരാണ് 2 ചെറുപ്പക്കാരും. മനോജ് തൃശ്ശൂരിൽ ഷീറ്റ് വർക്ക് ചെയ്യുന്നു. +2വിന് ശേഷം കോളേജിൽ ചേരണമെന്നതായിരുന്നു ഇരുവരുടെയും ആഗ്രഹം. കോളേജിൽ ചേർന്നാൽ പഠനം മുടങ്ങുമെന്നതിനാൽ ബിരുദ പഠനം ഓൺലൈനിലായി. അരങ്ങേറ്റത്തിന് ശേഷമുള്ള ആദ്യ കളി ജനുവരി 13-ന് മംഗലം ഡാം കതിർ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പൊറാട്ടു നാടകത്തിൽ അംഗമാകുന്നതോടെ മനോജും അജുകുമാറും പ്രൊഫഷണൽ കളിക്കാരായി മാറും. പാലക്കാട് ജില്ലയുടെ തനത് കലാരൂപമായ പൊറാട്ട നാടകം അന്യം നിന്ന് പോകുന്ന ഈ കലാരൂപത്തെ ഇന്ന് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും
അത് പഠിപ്പിച്ച് കുട്ടികളെ ഈ കല എന്താണെന്ന് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കാനും ഈ കല നിലവിലെ ഉയരത്തിൽ കൊണ്ടുപോകാനും ഉള്ള താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ 6 മാസമായി ഈ കലാരൂപത്തിൻ്റെ മുന്നിലും പിന്നിൽ നിന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തതും ഈ കലാരൂപം പഠിപ്പിച്ചതും. ക്യാമറാമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലേപ്പുള്ളി.